ഹായ് ഗൈസ്, ഈ കഴിഞ്ഞ ജൂലൈ 6-7 ഞങ്ങൾ നെടുങ്കായം റെയിൻ ഫോറസ്റ്റിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അധിനിവേശ സസ്യങ്ങളെ റിമൂവ് ചെയ്യുക. ഈ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല. അധിനിവേശ സസ്യങ്ങൾ അതായത് ഇൻവേസീവ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പുറം രാജ്യങ്ങളിലുള്ള നേറ്റീവായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതെങ്കിലും ഒരു മാർഗം നമ്മുടെ നാട്ടിലെത്തുകയും നമ്മുടെ നാട്ടിൽ അത് പടർന്ന് പന്തലിച്ച് നമ്മുടെ നേറ്റീവായിട്ടുള്ള സസ്യങ്ങൾക്ക് ഭീഷണിയാവുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻവേസീവ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അധിനിവേശം നടത്തിയിട്ട് വരുന്ന പ്ലാന്റ്സ് തന്നെയാണത്. നമ്മുടെ നേറ്റീവായിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ അത് നശിപ്പിച്ചു കളയും. ഈ ഒരു ക്യാമ്പിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള VM സാദിഖ് അലി സാറും അദ്ദേഹത്തിൻ്റെ 6 സുഹൃത്തുക്കളും ചേർത്തിട്ടാണ് ഈ ഒരു ഇൻവേസീവ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യുന്ന ഒരു ടാസ്കിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ജൂലൈ 6 ശനിയാഴ്ച വൈകുന്നേരം ഒരു 4 മണിക്ക് അറ്റൻഡ് ചെയ്ത് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത് ഞായറാഴ്ച പുലർച്ചെ മെഡിറ്റേഷന്, ബേർഡ് വാച്ചിങ്, അതുപോലെ കാട്ടിലൂടെ ഒരു നടത്തം, ട്രക്കിങ്, പിന്നെ ഇൻവേസീവ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ പങ്കെടുത്ത് ഞായറാഴ്ച വൈകുന്നേരം പിരിയുന്ന ഒരു ഏർപ്പാടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ക്യാമ്പിനെ പറ്റി അറിഞ്ഞത് VM സാദിഖ് അലി സാറിൻ്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് കണ്ട് ഞാൻ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യുകയും അദ്ദേഹം ഒരു ഗൂഗിൾ ഫോം അയച്ചു തരികയും അത് ഫില്ല് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വരുന്നത്. എന്നെ കൂടാതെ ഒരു 40 പേരുണ്ട്. ഞങ്ങളൊരു ടോട്ടൽ 42 പേര് ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. ഈ 42 പേര് എനിക്ക് മുൻ പരിചയമില്ലാത്ത, തീർത്തും അപരിചിതരായിട്ടുള്ള ആൾക്കാരാണ്. ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ഒരു പരിചയമില്ലാത്ത ആളുകളെ ഒരു 10-40 ആളുകളാണ് ഞങ്ങൾ ഇന്ന് രാത്രി മുഴുവനായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് നാളെ ഇൻവേസീവ് പ്ലാന്റ്സിനെയൊക്കെ റിമൂവ് ചെയ്ത് ട്രക്കിങ്ങും ബേർഡ് വാച്ചിങ്ങും മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു പ്ലാനിങ്ങാണ് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഞങ്ങളോട് 4 മണിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാനൊരു 2:30-3 മണിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബംഗ്ലാവുണ്ട്. ഈ ബംഗ്ലാവിലാണ് ഇവിടുത്തെ ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഡോസൻ സാഹിബ് താമസിച്ചിരുന്നത്. ബംഗ്ലാവിൻ്റെ പണ്ടത്തെ രൂപമൊന്നുമല്ല, ഇപ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഈ സായിപ്പ് മരണപ്പെടുന്നത് ഇവിടെ നെടുങ്കായത്ത് മുങ്ങി മരിച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ടോംബ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പുഴയുടെ അപ്പുറത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ടോംബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പം ഒരു രക്ഷയില്ലാത്ത കാലാവസ്ഥയാണ്. അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കഴിയില്ല. അത്ര സുഖമുള്ള, അത്ര ഫ്രഷ് എയറും ഫ്രഷ് വാട്ടറും ഉള്ള അടിപൊളി ഒരു കാലാവസ്ഥയാണ് ഇവിടെ. നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് 1933 ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. വളരെ സ്ട്രോങ് കൺസ്ട്രക്ഷനാണ് ഇപ്പോഴും ഇത്. കാരണം ഇപ്പോൾ ഇതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അടി കോൺക്രീറ്റ് അല്ല, RR വർക്ക് ചെയ്തിട്ട് മുകളിൽ ഇങ്ങനെ സ്പാനൊക്കെ വെച്ചിട്ടുള്ളൊരു വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. കാരണം എത്ര വർഷമായിട്ട് ഇതിനൊരു കേടുപാടും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോഴും യൂസ്ഫുള്ളാണ്. ഈ കാണുന്ന പ്രതിമയാണ് ചോലനായ്ക്കർ വിഭാഗത്തിലെ മാത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പ്രതിമയാണ്. അദ്ദേഹത്തെ 2022 ആന ചവിട്ടിക്കൊന്നു. വളരെ റയറായിട്ട് കാണുന്ന ഒരു ട്രൈബ്സാണ് ചോലനായ്ക്കർ എന്ന് പറയുന്നത്. ലോകത്ത് തന്നെ ഇവിടെ ഈ നിലമ്പൂർ കാടുകളിൽ നെടുങ്കായത്ത് മാത്രമേ ഈ ചോലനായ്ക്കരെ ഇപ്പം കാണാൻ സാധിക്കുള്ളൂ. വെറും 200 ആൾക്കാരെ ഇപ്പം അവർ ജീവിച്ചിരിപ്പുള്ളൂ. അവർ ഗുഹകളിൽ മാത്രമേ താമസിക്കുള്ളൂ. നമ്മളെപ്പോലെ ഇങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് ഒന്നും അലൗഡ് അല്ല. സ്വിമ്മിങ് ചെയ്യുന്ന കണ്ടാൽ ഇവിടുത്തെ വാച്ചർമാർ പിടിക്കും. പിന്നെ അത് നിയമ നടപടിയിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇവിടുത്തെ ഈ ഡോസൻ സാഹിബ് തന്നെ ഇവിടെ മുങ്ങിയിട്ടാണ് മരിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ നല്ലൊരു സ്വിമ്മറും ഡൈവറൊക്കെ ആയിരുന്നു. എന്നിരുന്നാലും ഈ ഒരു നെടുങ്കായത്തിനുള്ള ഒരു പ്രശ്നമാണിത്. പെട്ടെന്ന് വെള്ളം കൂടുകയും കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മലയിൽ നിന്നൊക്കെ വെള്ളം പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ നല്ല അടിയൊഴുക്കുണ്ടാവും. അപ്പോൾ എത്ര നീന്താൻ അറിയുന്ന ആൾക്കാരാണെങ്കിലും വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു പുഴയാണിത്. അപ്പോൾ ഇവിടെ നീന്താനും ഒക്കെ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നീന്താൻ ഇറങ്ങാനേ പാടില്ല. ഇവിടുത്തെ വാച്ചർമാരാരെങ്കിലും കണ്ടാൽ അവർ പോലീസിനെ റിപ്പോർട്ട് ചെയ്യും. പിന്നെ അത് കേസാവാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ കാട്ടുനായ്ക്കർ വിഭാഗത്തിലുള്ള ഒരു ട്രൈബ്സും താമസിക്കുന്നുണ്ട്. അവർ
ഈ ചോരനായ്ക്കരെ പോലെ അത്ര അൺസിവിലൈസ്ഡ് അല്ല, കുറച്ചുകൂടി സിവിലൈസ്ഡ് ആണ്. നമ്മുടെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ചോലനായ്ക്കർ വിഭാഗക്കാർ കൂടുതൽ ഗുഹകളിലാണ് അവർ ജീവിക്കുന്നത്. അവർ പുറത്ത് വീടൊന്നും വെച്ച് താമസിക്കില്ല, മൊത്തം ഗുഹകളിലാണ് താമസിക്കുന്നത്. വേട്ടയാടി, മൃഗങ്ങളൊക്കെ വേട്ടയാടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ അവർ വിദ്യാഭ്യാസം നേടുകയോ അങ്ങനത്തെ നമ്മുടെ പുറത്തുള്ള ആൾക്കാരായിട്ടൊന്നും അവർക്ക് അധികം ബന്ധമില്ല. അങ്ങനെ സർക്കാർ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ അവരെ പുറത്തൊക്കെ കൊടുന്നിട്ട് അവർക്ക് വീടൊക്കെ വെച്ചിട്ട് താമസിപ്പിക്കാൻ നോക്കിയിരുന്നു. പക്ഷെ അതൊന്നും അവർ സർവൈവ് ചെയ്തില്ല. അവർ തിരിച്ചുപോയി, അവരുടെ ഗുഹകളിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എന്നാലും ഇപ്പോഴത്തെ പുതുതലമുറയിൽ കുറേ പേരുകൾ അവിടെ PG നേടിയൊരു സ്റ്റുഡൻ്റ് ഉണ്ട്. അവിടുത്തെ ചോലനായ്ക്കർ വിഭാഗത്തിൽ തന്നെ PG വിദ്യാർത്ഥി ഒക്കെ ഉണ്ട്. അങ്ങനെ വിദ്യാഭ്യാസം നേടുന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ അവരുടെ പഴയ തലമുറ ഇപ്പോഴും ഗുഹയിൽ തന്നെയാണ് കൂടുതൽ ആൾക്കാരും താമസിക്കുന്നത്. ആക്ച്വലി ഈ ക്യാമ്പ് 2 ക്യാമ്പ് ഉണ്ടായിരുന്നു. അതായത് വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ച പോകുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ശനിയാഴ്ച വന്ന് ഞായറാഴ്ച പോകുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ മുന്നിൽ പോകുന്ന ആൾക്കാർ വെള്ളിയാഴ്ച വന്ന് ശനിയാഴ്ച തിരിച്ചു പോകുന്ന ആ ക്യാമ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഞാൻ ശനിയാഴ്ച വന്ന് ഞായറാഴ്ചയാണ് തിരിച്ചു പോകുന്നത്. ഇവരും ഞങ്ങളെപ്പോലെ തന്നെ ഈ ഇൻവേസീവ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ഈ സെയിം ലീഡേഴ്സ് തന്നെയാണ് ഇവരും കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നേരെ കാണുന്നതാണ് ഡോസൻ സാഹിബിൻ്റെ ടോംബ്. ഇവിടെയാണ് ഇദ്ദേഹത്തെ അടക്കം ചെയ്തിട്ടുള്ളത്. 36-38 വയസ്സിലാണ് ഇദ്ദേഹം മുങ്ങി മരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ഡോസൻ സാഹിബിൻ്റെ ഫോട്ടോ. 1897 ജനിച്ച് 1938 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഞാൻ നേരത്തെ 38 വയസ്സ് എന്ന് പറഞ്ഞത്, സോറി, 41 വയസ്സിലാണ് ഇദ്ദേഹം മുങ്ങി മരിക്കുന്നത്. ഈ കാണുന്നൊക്കെ ഇവിടുത്തെ ട്രൈബ്സ് താമസിക്കുന്ന സ്ഥലം കേട്ടോ. ഗവൺമെൻറ് ട്രൈബൽ ബദർ സ്കൂളാണ് കാണുന്നത്. നേരെ ഒരു മഞ്ഞ ബോർഡ് ഉണ്ടല്ലേ. ഇവിടുത്തെ ട്രൈബ്സൊക്കെ താമസിക്കുന്ന ഏരിയ ആണ്, അവരുടെ കോളനിയാണിത്. അവരുടെ അടിപൊളി ഗ്രൗണ്ട് ഉണ്ടോ, നല്ല ഭംഗിയിലാണ്. ഔക്കിടിലും ഗ്രൗണ്ട്, നല്ല പുല്ലൊക്കെ ആയിട്ട്. സെൻറ്ററിൽ മാത്രമേ കുറച്ച് പുല്ല് ആയിട്ടുള്ളൂ. ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതായി കാണാനാണ് സ്കൂള്. ഇത് മൊത്തം അവരുടെ കോളനിയാണ്. ഇത് എത്രത്തോളം ഏരിയ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് അറിയില്ല, ഒക്കെ മാപ്പ് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. പക്ഷേ അത് കണ്ടോ, ചെറിയ ചെറിയ വീടുകളാണ്, എന്നാലും കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വീടുകളാണ്. ആനപ്പന്തി എവിടെയാ ഈ കാണണോ തന്നെ? ആനപ്പന്തി ആനപ്പന്തി ഓക്കെ ഓക്കെ.
ഇതായി കാണണം കേട്ടോ ആനപ്പന്തി. പണ്ട് ആനകളൊക്കെ പിടിച്ചിരുന്ന സ്ഥലമാണിത്. ഇതാണ് കേട്ടോ ആനപ്പന്തി എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ ആനകളെയൊക്കെ പിടിച്ചിരുന്ന സ്ഥലമാണിത്. ആനകളെ പിടിച്ച് മെരുക്കിയിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. മരത്തടിക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ അവിടുത്തെ ആക്റ്റീവ് ഒന്നുമല്ല. ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത് 1935-ലാണ്. അന്ന് 41 ആനകളുണ്ടായിരുന്നു ഇവിടെ. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാരിക്കുയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയെടുക്കാൻ കൊണ്ടുവന്നിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം 5 ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ മെരുക്കിയെടുത്ത അവസാനത്തെ ആന കുഷൻ ആണ്. ഈ ആനയെ പിടിച്ചത് ഈഞ്ഞാറിൽ നിന്നായിരുന്നു. ഓക്കെ, ഇവിടെ കോളനിയിലേക്ക് എൻ്റർ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം പോകുന്നത് റിസ്ക് ആണ്. എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുമ്പം ഇറങ്ങിപ്പോന്നാൽ മതി. കിട്ടില്ല സ്ഥലം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കേട്ടോ ഗവൺമെൻറ് ട്രൈബൽ ബദേഴ്സ് സ്കൂൾ നെടുങ്കായം എന്ന് പറയുന്നത്. സ്കൂൾ ബസ്സും അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വളരെ ചെറിയൊരു സ്കൂളാണ്. അത്ര കുട്ടികളെ ഉണ്ടാവുള്ളൂ. ഈ കോളനിയിലുള്ള പിള്ളേർ മാത്രമേ ഇവിടെ പഠിക്കുന്നുണ്ടാവുള്ളൂ. കുറച്ച് പിള്ളേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ചെറിയൊരു സ്കൂളാണ്. പിന്നെ ചെറിയൊരു പ്ലേയിങ് സ്ഥലമൊക്കെ ഉണ്ട് അവർക്ക്. ശരിക്കും അവരുടെ ലൈഫൊക്കെ പണ്ടത്തിലേറെ കുറേ ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ഒരു അടച്ചുറപ്പുള്ള വീടെങ്കിലും ഇപ്പോൾ അവർക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ പദ്ധതികളൊക്കെ ആയിട്ട് അവർക്ക് കിട്ടുന്നതാണ്. പണ്ടൊക്കെ വെച്ചാൽ ഈ ഓലമേഞ്ഞ വീടുകളും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. ചെറിയ വീടാണെങ്കിലും കണ്ടില്ലേ, കോൺക്രീറ്റ് ചെയ്ത വീടുകളാണ്, അടച്ചുറപ്പുള്ള വീടുകളാണൊക്കെ. അപ്പോൾ ഞാനൊന്ന് റൗണ്ട് അടിച്ചിട്ട് വീണ്ടും ഡോസൻ സാഹിബിൻ്റെ ബംഗ്ലാവിലെത്തിയിട്ടുണ്ട്, ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല, വെജ് ആയിരിക്കും. കാരണം 40 പേരുണ്ട്, ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പം കൂടുതലും വെജായിരിക്കും ഇപ്പോൾ സ്വീറ്റുകളായിട്ടുണ്ടാവുക. അപ്പം സാമ്പാർ, ഒരു ഉപ്പേരി, പപ്പടം, ചോറ്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു 4 മണിയായപ്പോൾ ഞാനൊരു ചോറ് കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. വലിയ സെറ്റപ്പ് എന്ന് പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചു. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയപ്പം കുറേ ആൾക്കാരൊക്കെ പുറത്ത് എത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു ചെറിയൊരു മീറ്റിങ്ങും പിന്നെ അതുപോലെ ഇന്നലെ വന്ന ആൾക്കാർക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ചെറിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ആളുകളൊക്കെ പരിചയപ്പെട്ടു. ഒരു 6 പെൺപിള്ളേരും പിന്നെ ബാക്കി മൊത്തം ആൺപിള്ളേരായിരുന്നു. പിന്നെ നേരെ വിട്ടത് ഇതിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്,
പിന്നെ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, ഇങ്ങനത്തെ ഇതിനൊക്കെ പറ്റി വളരെ വിശദമായിട്ട് VM സാദിഖ് അലി സാറും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും നമുക്ക് ക്ലാസ് എടുത്തു തന്നു. ഒന്ന് ആഹാരമാണ് അല്ലെ, അതിന്റെ ഭക്ഷ്യ ശൃംഖലയുണ്ട്, ഭക്ഷണമാക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ഉയർന്ന പ്രദേശങ്ങളാകുമ്പോൾ അവിടെ വലിയ മരങ്ങൾ ഉണ്ടാവില്ല, ചെറിയ ഷോല ഫോറസ്റ്റ് ഉണ്ടാവും. ഈ കാണുന്നത് അവിടുന്ന് തന്നിട്ടുള്ള ഒരു പേനയാട്ടോ. നിങ്ങൾ നോക്കിയാൽ അവർ ഈ പേന ഉണ്ടാക്കിയിട്ടുള്ളത് മൊത്തം പേപ്പർ വെച്ചിട്ട്, അതായത് മുഴുവൻ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലാണ് അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പേപ്പർ കൊണ്ടാണ് ഈ പേന ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഞങ്ങൾ കിടക്കാൻ പോകുന്ന റൂമാണിത്, ഡോർമെട്രിയാണ്. 40-40 പേര് ഈ ഒരു റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് വീണ്ടും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് പോയി. അവിടെ ഡോസൻ സാഹിബിൻ്റെ 2 ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ പോയിട്ട്, അപ്പോൾ ഈ കാണുന്നതാണ് ഡോസൻ സാഹിബിൻ്റെ ഒരു ഫോട്ടോ. നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഇതായി കാണുന്നതാണ് ഡോസൻ സാഹിബിൻ്റെ മറ്റൊരു ഫോട്ടോ. അപ്പോൾ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ കൂടെ VM സാദിഖ് അലി സാറിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പോൾ ആദ്യം പോയിട്ടുള്ളത് ഈ ഡോസൻ സാഹിബിൻ്റെ ടോംബിലേക്ക് തന്നെയാണ്. അവിടെയൊക്കെ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളതാണ്. അപ്പം ബാക്കിയുള്ള ആൾക്കാരെയും കൊണ്ട് ഈ ഗൈഡ്, സാദിഖ് അലി സാറിൻ്റെ സുഹൃത്താണ് ഗൈഡ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, അദ്ദേഹമാണ് നമ്മുടെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം നമ്മളെ വീണ്ടും കൂട്ടിയിട്ട് ഈ ഡോസൻ സാഹിബിൻ്റെ ടോംബും അതുപോലെ ഈ ആനപ്പന്തിയൊക്കെ വീണ്ടും ഒന്നുകൂടെ കാണിച്ചിരുന്നു. ഞാനിത് നേരത്തെ കണ്ടതുകൊണ്ട് ഞാനത് വീണ്ടും കാണിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെയൊക്കെ പോയി. ഞാൻ എല്ലാവരും ചുറ്റും കൂടിയൊക്കെ ഇരുന്നു, കുറേ സംസാരിച്ചു കാര്യങ്ങളൊക്കെ, ഇവിടെ ഉള്ള പക്ഷികളെ, ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, ഇവിടുത്തെ മൃഗങ്ങളെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു ചേഞ്ച് ആയിട്ടാണ് ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. മെയിൻ റീസൺ ഒന്ന് അറിയാന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് വരയ്ക്കാൻ പോകുന്നത്, എന്ത് പണിയാണ് എടുക്കാം. മോർണിംഗിൽ നമ്മൾ 6 o'clock തൊട്ട് നമ്മൾ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ സമയം തൊട്ട് ഈവനിങ് ഒരു 4 മണി വരെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമുക്കും ഉപകാരപ്പെടുന്ന മറ്റു കാര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് കൂടി ചേർക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റീക്യാപ്ചറേഷനിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, ഇതൊരു ഓർഗനൈസേഷൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി. നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയയാണ് പബ്ലിക്കായിട്ട് നമ്മുടെ കാടുകളിലേക്കും പുഴകളിലേക്കും അവരവിടെ മൊത്തം കൈകാര്യം അരാപ്പായി മക്കൾ എക്സാമ്പിളാണ്. ആഫ്രിക്കൻ മുഷി എക്സാമ്പിൾ. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തനവും കൂടി പ്രശ്നമാണ്. സോ നമ്മളെ കൊണ്ടാകുന്ന പോലെ ഒരു ചെറിയൊരു പൊടിക്കൈകൾ നമുക്ക് പരീക്ഷ നോക്കാം എന്നൊരു ഉദ്ദേശം കൂടെ നമുക്ക് രാത്രി പരിചയപ്പെടാം അല്ലേ. പിന്നെ അവിടുന്ന് നേരെ ആനപ്പന്തിയിലേക്ക് പോയി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നു. ഈ ഏരിയ കുറച്ചുകൂടി വൈഡായിരിക്കും. അപ്പോൾ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാൻ പറ്റും. കൊമ്പുണ്ടാകുന്നത് ബുദ്ധിമുട്ടാണ്, അവർക്ക് പുഷ് ചെയ്യാൻ സുഖമായിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും. അതായത് അവർക്ക് കൊമ്പിലേക്ക് കൊടുക്കുന്ന മാക്സിമം എനർജി കൊടുക്കുന്നത് മസ്കിലേക്കാണ്, വൈഡായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആൾക്കാർ ട്രെയിൻ ചെയ്ത് നമ്മളിങ്ങനെയുള്ള റെസ്ക്യൂ പർപ്പസിനൊക്കെ ഉപയോഗിക്കാനാണ്. പിന്നെ ഞങ്ങൾ നേരെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. രാത്രി കഴിക്കാനുള്ള ഫുഡായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് രാത്രി ഫുഡ് കഴിച്ചു. രാത്രിക്കത്തെ ഫുഡ് കഞ്ഞി, പയറ്, പപ്പടം, സാമ്പാർ. കഞ്ഞി വേണ്ടവർക്ക് കഞ്ഞിയായിട്ട് കഴിക്കാം, അല്ലാണ്ട് ചോറ് വേണ്ടവർക്ക് ഊറ്റിയിട്ട് ചോറായിട്ട് അങ്ങനെ കഴിക്കാം. പിന്നെ അച്ചാർ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിരുന്നു. അതും ഞാൻ പറഞ്ഞല്ലോ, അത്ര അടിപൊളിയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലെങ്കിലും മോശമില്ലാത്ത രീതിയിൽ, നല്ല രീതിയിൽ അവർ നമുക്ക് ഫുഡ് തന്നിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഒരു 6 മണിക്ക് എണീറ്റതിന് ശേഷം വീണ്ടും ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ബേർഡ് വാച്ചിങ്, മെഡിറ്റേഷൻ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബേർഡ് വാച്ചിങ്ങിന് പോകുന്നത് ഞങ്ങൾ ഇന്നലെ നമ്മൾ പോയിട്ടുള്ള ഡോസൻ സാഹിബിൻ്റെ ആ ശവകുടീരത്തിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. അവിടെ കുറച്ച് നല്ല ടൈൽസും കാര്യങ്ങളൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അവിടുന്ന് മെഡിറ്റേഷനും ബേർഡ് വാച്ചിങ്ങും പിന്നെ എന്തെങ്കിലും ആനിമൽസൊക്കെ വരികയാണെങ്കിൽ അവരെ ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ VM സാദിഖ് അലി സാറിൻ്റെ സുഹൃത്താണ്.
ഇദ്ദേഹം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ബേർഡ് വാച്ചിങ്ങിനെ പറ്റിയും ഇവിടെയുള്ള ആനിമൽസ് ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയൊക്കെ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് തന്നെ ഇദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇൻവെസീവ് പ്ലാന്റ്സിനെ റിമൂവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇവർ ഓരോ ഘട്ടത്തിന് നമ്മളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമുക്ക് എൻ്റെ എല്ലാ വശങ്ങളും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞ് വ്യക്തമാക്കി തരുന്നുണ്ട് അവർ. സാൻഡൽ ഫോറസ്റ്റ് ചന്ദ്രത്തിൽ കിലോയ്ക്കാണ് ഇത് നമ്മുടെ ക്യൂബിക് മീറ്ററിനാണ് വില വരുന്നത്. ചന്ദ്രൻ ഒരു പാരസൈറ്റിക് പ്ലാന്റ് ആണ്. അതിന് ആദ്യം വളരാൻ വേണ്ടി തന്നെയാണ് മറ്റു ചെടികളുടെ സഹായം വഴി മറ്റു ചെടികളുടെ റൂട്ടിൽ നിന്ന് ന്യൂട്രിയൻസ് എടുത്തുകൊണ്ടാണ് ഇത് വളരുന്നത്. ഈ മറിയക്കാട് ഡോക്യുമെന്ററി 24-ന്റെ കണ്ടിട്ടുണ്ട്. നെടുങ്ങാറ്റുള്ള സ്ഥലങ്ങളുണ്ട്. രണ്ട് ഡിവിഷനായിട്ടാണുള്ളത്. ഇതൊരു ഡിവിഷനാണ്. ഡിപ്പോ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഡിവിഷനാണ്. മരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാം, ഇതിലധികം മരങ്ങളും തേക്ക് മരങ്ങളും ഇരുളിന് എന്ത് ചെയ്യാം ചെറുക്കാൻ എന്താന്ന് പറയാം ലേലം വിളിച്ചിട്ടാണ് ചെയ്യാം. സൈറ്റിലാണ് ലേലം വിളിക്കുന്നത്. കാട്ടിലൂടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ക്യാമറ വെക്കുന്ന സമയത്ത് ഒറ്റത്തിൽ റോൾ ചെയ്താൽ മതി. അതിനുള്ള ആന ഓടിക്കുന്നൊക്കെയാണ് അവർ കാരണങ്ങൾ പറയുക. ഒറ്റത്തിലുള്ള സംവിധാനം ചെയ്താൽ മതി. ഒരാൾ ചെയ്തിട്ടുണ്ടല്ലോ തെങ്ങിൽ. നമ്മൾ ഈ കാണുന്നതൊക്കെ ലേലം ചെയ്യാൻ വെച്ചിട്ടുള്ള തേക്കുകളാണ് കേട്ടോ. നമ്പർ ഇട്ട് ലേലം ചെയ്യാൻ വെച്ചിട്ടുള്ള തേക്കുകളാണ്. ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ ലേലം നടക്കുന്നത്. ഓരോ മരത്തിനും ലക്ഷങ്ങൾ വിലയുള്ള തേക്കുകൾ വരെ നിലമ്പൂർ തേക്കുകളിലുണ്ട്. നമുക്ക് ചെയ്യാനുള്ള സ്ഥലം ഇങ്ങോട്ടാണ്. ഈ പുൽമേട് എന്താണ് നല്ലൊരു ഗ്രാസ് ലാൻഡ് ആക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊജക്റ്റ് വരുന്നത്. ഇതിലുള്ള ഇൻവേസീവ് പ്ലാന്റ്സ് എല്ലാം നമ്മൾ റിവ്യൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അങ്ങേയറ്റത്ത് ഗ്രാസ് ലാൻഡ് കാണുന്നുണ്ടോ? അത് ഇന്നലെ കാണത്തില്ലായിരുന്നു. അതിന് നടക്കുന്നതാണ് കുറേ ചെടികളുണ്ടായിരുന്നു. അതെല്ലാമാണ് ഇന്നലെ റിമൂവ് ചെയ്തതിൻ്റെ ഫോട്ടോ ഇന്നലെ കാണിച്ചത്. ഇവിടെ കൂട്ടിരുന്ന ആ പുറയിലും കൂട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഇന്ന് ഈ ഒരു പ്രദേശമില്ലേ ഇവിടെ നിന്നിട്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയാണ് ഇവർ ഒരുപാട് കാലത്തെ പരിശ്രമത്തിന് ശേഷം ഇവിടെ ഒരുപാട് ഇൻവേസീവ് പ്ലാന്റ്സ് ഉണ്ടായിട്ട് കാടൊക്കെ ഒന്നായിട്ട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ മൃഗങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, അവരുടെ ബയോഡൈവേഴ്സിറ്റിനെ വളരെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു ഇൻവേസീവ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരുപാട് കൂട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പുൽമേട് രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആനയും പുള്ളിമാനും ഒക്കെ വരാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്, വെള്ളം കുടിച്ചൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കാട് കെട്ടിക്കടന്നാൽ ഈ ഇൻവേസീവ് പ്ലാന്റ്സ് അധികം കെട്ടിക്കടന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ മാനിന് അതുപോലെ ആനയ്ക്ക് നല്ല ഫുഡും നല്ല വെള്ളമൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ ഇൻവേസീവ് പ്ലാന്റ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുത്താൽ നേറ്റീവായിട്ടുള്ള പ്ലാന്റ്സും അതുപോലെ ഈ പുല്ലുകളൊക്കെ മുളച്ചു വരും. ഇവിടുത്തെ ജീവികൾക്ക് നല്ല ഫുഡും നല്ല വെള്ളമൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മൊത്തം കാടുകളും ഈ അധിനിവേശ സസ്യങ്ങളുടെ ആക്രമണവും ഒക്കെ ആയിട്ട് മൊത്തം കാട് പിടിച്ചടക്കുകയാണ്.
ഇവിടെയും ആദ്യം അതുപോലെയായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ റിമൂവ് ചെയ്ത് ഇതിന് മുമ്പത്തെ, അതായത് ഒരുപാട് മുമ്പത്തെ ക്യാമ്പുകളിൽ ഒരുപാട് കാലത്തെ പരിശ്രമത്തിന് ശേഷം ഇവിടെയൊക്കെ റിമൂവ് ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ സ്പോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തമ്മിൽ വെട്ടരുത്. ഉണ്ടാകുന്നത് കാണുന്നില്ല. വൈഡായിട്ട് നിൽക്കോ, എല്ലാവർക്കും കാണാൻ വേണ്ടി. ഇത് കമ്മ്യൂണിസ്റ്റ് പക്ഷേ പറിക്കുമ്പോൾ വേരോടുകൂടി പറിക്കണം കേട്ടോ. വേരോടുകൂടി പറിക്കണം, അല്ലെങ്കിൽ ആ വേര് അല്ലെങ്കിൽ ചെറിയ തണ്ടിന്റെ ഭാഗം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ വീണ്ടും മുളയ്ക്കും. ഓക്കെ, ഇത് കമ്മ്യൂണിസ്റ്റ് പച്ച വേരോടുകൂടി പറിക്കുക. പിന്നെ വരുന്നതാണ് ഇതാണ് ഊരകം. ഇത് ഇഷ്ടംപോലെ കാണാം. ഊരകത്തിന്റെ തൈ ഇവിടെ ധാരാളമായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ തൈകളും നിൽപ്പുണ്ട്. ഇത് നമ്മൾ വരുന്ന സമയത്ത് പെട്ടെന്ന് വളരും, പെട്ടെന്ന് തൈ നിൽക്കുന്നതാണ് മാക്സിമം പറിക്കാം. അപ്പം ഞങ്ങൾ ഈ 40 പേരെ 6 ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ഏരിയ കൊടുത്തിട്ട് അവിടുത്തെ ഇൻവേസീവ് ആയിട്ടുള്ള പ്ലാന്റുകളെ മൊത്തം അപ്രൂട്ട് ചെയ്തിട്ട് ഒരു ലൊക്കേഷനിൽ കൊണ്ടുവന്ന് വെക്കും. വേരൊക്കെ മുകളിലാക്കിയിട്ട് ഒരു ലൊക്കേഷനിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് നശിച്ചു പോയിക്കോളും. പിന്നെ ഈ നമ്മൾ ഈ പുല്ലല്ല, ഈ കാടൊക്കെ പറിച്ച സ്ഥലത്ത് നല്ല പുല്ലൊക്കെ വന്നിട്ട് ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള മൃഗങ്ങൾക്കും അതുപോലെ മറ്റ് സസ്യങ്ങൾക്കൊക്കെ വളരാനുള്ള ഒരു അന്തരീക്ഷം അത് അവിടെ ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ ഇൻവെസീവ് പ്ലാന്റ്സ് ഒരുപാടുണ്ട്. ഇത് ഞങ്ങൾ റിമൂവ് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള ഒരു വീഡിയോ ആണ്. ഇനി റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിഫോറും ആഫ്റ്ററും ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം അതും ഇനി നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്ന് നോക്കിയാൽ ഈ പുൽത്തിട്ട പോലെ ഇവിടെയും ഒരുപാട് പുല്ലുകൾ വളർന്ന് മനോഹരമായിട്ടുള്ളൊരു ലൊക്കേഷനായിട്ട് ഇത് മാറും. റൂട്ടാണ് വെലാമൻ ടിഷ്യൂ ഉണ്ടാക്കിയ സ്പോഞ്ച് റൂട്ടാണ്. അപ്പോൾ ഈ റൂട്ടിൽ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യും, വെള്ളത്തിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മഴയില്ലാത്ത സമയത്തൊക്കെ ആയിട്ട്. അപ്പോൾ മഴയത്ത് എന്ത് ചെയ്യും, ഉള്ള വെള്ളം എന്ത് ചെയ്യും, ഇവർ സ്റ്റോർ ചെയ്ത് ഇവരെ തിക്കായിട്ടുള്ള ലീക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇല്ല, ഇത് എപ്പിഫൈറ്റിക് ആണ്, മരത്തിൽ തട്ടി പിടിച്ച് വളർത്തുന്നുള്ളൂ. നമ്മുടെ ഇത്തൽക്കണ്ണിയൊക്കെയാണ് അവരുടെ റൂട്ട് മരത്തിനുള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഇവരങ്ങനെ ചെയ്യുന്നതല്ല. ഇത് വെലാമൻ റൂട്ട് എന്നാണ് പറയുന്നത്. വെലാമൻ ടിഷ്യൂ ആണുള്ളത് ഇതിൻ്റെ ഉള്ളിൽ. അതായത് അപ്പോൾ ഞങ്ങൾ പണിയൊക്കെ എടുത്ത് കുഴങ്ങി നിൽക്കുകയാണ്. ഒരു ഉച്ചക്കായപ്പം അവിലും അതുപോലെ നാരങ്ങ വെള്ളം ഉപ്പും മധുരം കൂടി ഇട്ടാണ്. അത് അടിപൊളിയായിരുന്നു. ഉപ്പും മധുരം കൂടി ഇട്ടൊരു വെറൈറ്റി ടേസ്റ്റ് നാരങ്ങ വെള്ളമായിരുന്നു. അതുപോലെ അവിൽ നനച്ചത് മധുരമൊക്കെ ഉണ്ടായിട്ട് അതും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. ഈ കൂടുതൽ അധ്വാനിക്കുന്ന സമയത്ത് നമ്മൾ അവിൽ കഴിച്ചാൽ നമുക്ക് ഒരുപാട് നേരം നമുക്ക് വിശക്കാണ്ട് നിൽക്കും. ഇവിടേക്ക് ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊരു അണലിയാണ്. ഞങ്ങളിങ്ങനെ കാട് വെട്ടി തെളിച്ചപ്പം അവിടുന്ന് കണ്ടതാണ് ഒരു അണലി. വളരെ അഗ്രസീവാണ് ഇറ്റ. നമ്മൾ അടുത്തേക്ക് ചെന്നാൽ വളരെ റിഫ്ലക്സ് ആക്ഷൻ ഭയങ്കര കൂടുതലാണ്, പെട്ടെന്ന് കൊത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ VM സാദിഖ് അലി സാറൊക്കെ അതിൻ്റെ ഒരു കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പേ മനസ്സൊക്കെ ഭയങ്കര സന്തോഷം അല്ലേ? ഇത് കാണുമ്പോൾ മനസ്സൊക്കെ ഭയങ്കര സന്തോഷം. ഇത് മൊത്തം കാടായിരുന്നില്ലേ, ഒക്കെ വെട്ടി തളിച്ച്. അപ്പം ഞാൻ ആദ്യം കാണിച്ചിരുന്ന ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ്, ഇവിടെ മൊത്തം കാടായിരുന്നു.
ആ കാടൊക്കെ ഇങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്പോട്ടിൽ കൂട്ടിയിട്ട് ഇനി അത് സ്വാഭാവികമായിട്ട് നശിച്ചു പോയിക്കോളും. പിന്നെ ഇവിടേക്കുള്ള മറ്റൊരു അപകടമാണ്, വളരെ ശ്രദ്ധിച്ചു നോക്കിയാലും സൂക്ഷ്മമായിട്ട് നോക്കിയാലും നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല ഈ അണലിയെ. കാരണം ഈ ചവറിൻ്റെ അതേ കളറിൽ അതേ കോപ്പിയിൽ ഇവരിങ്ങനെ കിടക്കുന്നുണ്ടാവും. നമുക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പം ചിലർക്കൊക്കെ മനസ്സിലാവും. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തെങ്കിലും കണ്ടു. ഇവിടെ ഒരു പാമ്പ് കിടക്കുന്നുണ്ട്, അണലിയുടെ ഒരു പാമ്പ്. ഞാൻ നേരത്തെ സൂം ചെയ്ത് കാണിച്ചിരുന്നു. ഇതാ അതിൻ്റെ പാമ്പാണിത്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം ഈ ചവറുകളുടെ അതേ കളറാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടങ്ങൾ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഏറ്റവും സന്തോഷം ഇവർക്കാട്ടോ, സാദിഖ് അലി സാറിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കാണ്. ഇങ്ങനെയൊക്കെ എവിടെ കണ്ടാലും അവർ വിടാണ്ട ഫോട്ടോ എടുക്കും. അങ്ങനെ ഇൻവേസീവ് പ്ലാന്റ്സിൻ്റെ കുറേയൊക്കെ റിമൂവ് ചെയ്തു. നമുക്ക് ഒരുപാട് ഏരിയ ഒന്നും ഒറ്റ ദിവസം കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയൊരു ഏരിയ തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുത്താലേ അത് മൊത്തമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പരമാവധി ഞങ്ങൾ ഒരു ദിവസം കൊണ്ടൊക്കെ റിമൂവ് ചെയ്ത് ഞങ്ങളിനി അടുത്ത പോകുന്നത് ചെറിയൊരു ട്രക്കിങ് എന്ന് പറയുമ്പോൾ വലിയൊരു ട്രക്കിങ് അങ്ങനത്തെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ താമസിച്ചില്ല ആ സ്ഥലത്തേക്ക് തന്നെ മറ്റൊരു വഴിയിലൂടെ, ഈ കാടിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ നടന്ന് അങ്ങോട്ട് പോകും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഏരിയകളിൽ മൊത്തം കാട് മൂടിക്കിടന്നിട്ടുള്ള സ്ഥലമായിരുന്നു. ഒരുപാട് കാലത്തെ നിരന്തര പ്രയത്നത്തിന് ശേഷമാണ് ഇതിങ്ങനെ ഈ ഇൻവേസീവ് പ്ലാന്റ്സിനെയൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നല്ലൊരു ബയോഡൈവേഴ്സിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് ചെറിയൊരു തോടാണ്. പണ്ട് ഇവർ തന്നെ ഇവിടെ ബണ്ടൊക്കെ കെട്ടിയിട്ട് ഈ വെള്ളം അധികം പുറത്തേക്ക് ഒഴുകി പോകാത്ത രീതിയിൽ ഇവരെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒരുപാട് പുറത്തേക്ക് പാഴായി പോവുകയില്ല. ഇങ്ങനെ പാഴായി പോയിട്ട് അവിടെ ഒന്നും അവിടുത്തെ ലാൻഡിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇവിടെ ഈ വെള്ളം കെട്ടി നിർത്തി വെച്ചിട്ടുണ്ട്. ഇത് മുന്നേ ഇതുപോലത്തെ ഒരു ക്യാമ്പിൽ അവർ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പം ഞങ്ങൾക്ക് കുളിക്കാനുള്ള ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ പുഴയിലേക്ക് ഇറങ്ങരുത്. നമുക്കൊരു ഗൈഡോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് നടക്കാൻ ഇവിടെ പോയിട്ട് സ്ഥിരം പരിചയമില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അത്രയ്ക്ക് അപകടം പിടിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇവിടുത്തെ വാച്ചറുടെ പെർമിഷനും ഒക്കെ വേണം നമ്മൾ ഈ പുഴയിലേക്ക് ഇറങ്ങാൻ. പോയതല്ലല്ലോ, ചാടിയല്ലേ.
അപ്പോൾ പുഴയുടെ മെയിൻ ഏരിയകളിലൊക്കെ ഒന്നും ഇറങ്ങാൻ അവർ സമ്മതിച്ചിട്ടില്ല. ഇത് പുഴയുടെ ആ സൈഡിൽ ചാരിയിട്ട് ചെറിയൊരു തോട് പോലെ ഒരു ഇത് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ മാത്രമാണ് നമ്മൾ ഇറങ്ങാൻ അവർ സമ്മതിച്ചിട്ടുള്ളത്. അതുതന്നെ ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞാലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കിട്ടില്ല തണുപ്പാണ്. അതുപോലെ ഫ്രഷ് വാട്ടർ, നല്ല തെളിഞ്ഞ് അടിത്തട്ട് വരെ കാണുന്ന അടിപൊളി വെള്ളം, ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള നല്ല ഐസ് കോൾഡ് വാട്ടറിൽ കുളിക്കുന്ന സുഖം ഒരിക്കലും ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. അത്ര ഒരു റിഫ്രഷ്മെൻ്റാണ് ഈ ഒരു കുളിക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഇത്രയും ടൈം ഞങ്ങൾ അധ്വാനിച്ചതിൻ്റെ ക്ഷീണമൊക്കെ എവിടെ പോയതെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അത്ര സുഖത്തിൽ ഞങ്ങൾ കുളിച്ചു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 3-3:30 നേരത്ത് ഞങ്ങൾക്ക് വീണ്ടും ഫുഡ് തന്നു. ഉച്ചക്കത്തെ ഫുഡാണിത്. അതൊരു 3:30 ആയപ്പോഴാണ് ഞങ്ങൾ ട്രക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നത്. ഞാൻ സാദിഖ് അലി സാറിൻ്റെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്കിനി അടുത്തത് സർട്ടിഫിക്കറ്റ് വിതരണമാണ്. അതുപോലെ കുറച്ച് സീഡ്സ് നമുക്ക് വരും, നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ സമാപന ചടങ്ങാണ്. സമാപന ചടങ്ങിൽ എല്ലാവർക്കും സർട്ടിഫിക്കറ്റൊക്കെ വിതരണം ചെയ്തു. അതുപോലെ കുറച്ച് സീഡ്സും കൊടുത്തു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും കൊണ്ട് ഫീഡ്ബാക്ക് പറയിച്ചു. പിന്നെ ഈ ഒരു പരിപാടിയുടെ ഇമ്പോർട്ടൻസും അതുപോലെ ഇത് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും അവർ വീണ്ടും നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒരാൾ പോലും നെഗറ്റീവായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാവരും തന്നെ ഒരുപാട് എൻജോയ് ചെയ്തു, ഒരുപാട് ആസ്വദിച്ച് ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയൊക്കെ മനസ്സിലാക്കി അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. ശരിക്കും നമ്മുടെ ഈ ഒരു പ്രകൃതി ഇങ്ങനെ നിന്ന് പോകുന്നതിൽ ഇതുപോലെ സാദിഖ് അലി സാറിനെ പോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ പോലെ ഒരുപാട് പരിസ്ഥിതി സ്നേഹികളോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവർ യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ഈ ഭൂമി ഇനിയും ഒരുപാട് കാലം നല്ല രീതിയിൽ നിന്ന് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഒരു ലാഭവും എടുക്കാതെ ഇങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. ഇവിടെ ഒരു ഫിഷിൻ്റെ സ്റ്റാറ്റ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഫിഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫിഷ് വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ഫിഷാണ്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദേശം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കിയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം വളരെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള ഈ നേച്ചറിന് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്. ഞങ്ങൾ ഓരോരുത്തരും 100% സാറ്റിസ്ഫൈഡോട് കൂടിയാണ് ഇവിടുന്ന് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.